നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു റിക്വസ്റ്റ് വന്ന് ക്രഷിനെ കുറിച്ചൊരു റീഡിങ് ചെയ്യാമോ എന്ന്. അപ്പൊ ഞാൻ അതാ നോക്കുന്നത്. നിങ്ങൾക്ക് ക്രഷുള്ള ആളുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ യൂട്യൂബ് ചാനലിലെ ഈ റീഡിങ്ങിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം എന്നെ, കേട്ടോ. അപ്പോ റെഡ് റോസ്, യെല്ലോ റോസ്, വൈറ്റ് റോസ്, ഇതിലെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ക്രഷ് ഉള്ള ആളുമായിട്ട് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. അപ്പൊ ഈ ക്രഷുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ചിലപ്പോ ക്രഷായിട്ട് തന്നെ ഇരിക്കും. ചിലപ്പോ ക്രഷ് ഡെവലപ്പ് ചെയ്ത് ഒരു ഭർത്താവ് ആവാനോ ഒരു ഭാര്യ ആവാനോ അറ്റ്ലീസ്റ്റ് ഒരു ഗേൾ ഫ്രണ്ട് ആവാനോ ബോയ് ഫ്രണ്ട് ആവാനോ ചാൻസ് ഉണ്ട് ചില സമയത്ത്. ഭഗവാനെ, നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ചില സമയത്ത് നമുക്ക് ക്രഷ് ഉള്ള ആള് വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്രഷ് തോന്നുന്നത്. മനുഷ്യരല്ലേ, നമ്മൾക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരുടെ യുക്തിബോധം പോലെ ഓരോരുത്തർ പെരുമാറും ക്രഷൊക്കെ ആയി കഴിഞ്ഞാല്. ചില ക്രഷുകള് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഒരു ക്രഷായിട്ട് തന്നെ ഇരിക്കാനുള്ള സാഹചര്യം. ഇവിടെ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. 3ാമത്തെ കാർഡ്, 4ാമത്തെ കാർഡ് വന്നിട്ടുണ്ട്. ഇനി കാർഡുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ കാർഡുകളാണ് വീണിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ 1ാമത്തെ കാർഡ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മനഃചാഞ്ചല്യമുണ്ട്, ഒന്നിലും സ്ഥിരതയില്ല. അപ്പൊ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങളൊരു വലിയ യാത്രയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതില് നിറയെ ഒരു യാത്ര കിടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മുമ്പിലുണ്ട് യാത്ര. അപ്പൊ അതിനകത്ത് വലിയ ഈസി ഒന്നുമല്ല ഈ യാത്ര. കുറേ ദുർഘടം പിടിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അപ്പോ നിങ്ങൾക്ക് പേടിച്ച് ചിലർ മാറി നിൽക്കും. എനിക്ക് ഇതിനകത്തേക്ക് ഇറങ്ങുന്നില്ല. ചിലർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങും. എന്തായാലും ഇവിടെ ഇറങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കും. ഭയങ്കര സീരിയസ് ആയിട്ട് ഭാര്യയോ ഭർത്താവിനെയോ ഗേൾഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ സ്നേഹിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഈ ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അറച്ചു നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ വരും പോലെ എന്നൊരവസ്ഥ. പിന്നെയുള്ളത് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ തിരുത്താൻ ശ്രമിക്കണം. ചിലപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കും. വളരെ പണിയുള്ള ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇവരോടുള്ള കടം വീട്ടാൻ വേണ്ടി വരുന്നതായിരിക്കാം. 4ാമത്തെ കാർഡ് എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾ വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓറക്കിൾ മെസ്സേജിൽ വന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ റെഡ് സെലക്ട് ചെയ്തവരുടെ ആ വ്യക്തി സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നാണ് നമുക്ക് നോക്കുന്നത്. സിംഗിൾ ആണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പൊ യെസ് ഓ നോ പറയും. നമുക്ക് നോക്കാം. സൺ കാർഡ് ആണ് ഇത്. യെസ് ആണ്. ഈ വ്യക്തി സിംഗിൾ ആണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളാവണമെന്നില്ല. മാരീഡ് അല്ല, സിംഗിൾ ആണ്. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. വളരെയധികം മറ്റുള്ളവർക്ക് സന്തോഷവും ഒക്കെ വളരെ ലൈവ്ലി ആയ ഒരാളാണ്. എല്ലാവർക്കും സന്തോഷം സമ്മാനിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത്. ഈ വ്യക്തിയെ ആൾക്കാർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ആരുടെ ജീവിതത്തിലേക്ക് ആരെ പരിചയപ്പെട്ടാലും അവിടെ എല്ലാം ഹാപ്പിനെസ് കൊണ്ട് പ്രകാശിപ്പിക്കാൻ സൂര്യനാണ്. പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഇത് സൺ കാർഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വ്യക്തി സിംഗിൾ എനർജി ആണെന്ന് പറഞ്ഞല്ലോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് ഈ വ്യക്തിയുടെ, എന്തുകൊണ്ടാണ് സിംഗിൾ? ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ആയിരുന്നോ, ഡിവോഴ്സ്ഡ് ആണോ,
നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോ സിംഗിൾ ആയിട്ടിരിക്കുന്നത്. സിംഗിൾ എനർജിയാണിത്. പക്ഷേ വളരെ മെച്യൂർഡ് ആയ ഒരു എനർജിയാണ്. മീൻ എന്താ പറയാ, ലോകത്തിനെ കുറിച്ച് അറിയാവുന്ന, വളരെയധികം യാത്ര ചെയ്തിട്ടുള്ള, വളരെ കോൺഫിഡന്റ് ആയ, പലതരം എക്സ്പീരിയൻസസ് ഉള്ള ഒരാളാണിത്. അത്ര സില്ലി ആയിട്ടുള്ള, ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി അല്ല ഈ വ്യക്തി. ക്ലാരിഫൈ ചെയ്യുന്നത് ഹെർമിറ്റ് റിവേഴ്സ് ആണ്. ഈ വ്യക്തി ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ കുറച്ചും കൂടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഈ വ്യക്തി എന്താ പറയാ, ചിലര് ഒറ്റപ്പെട്ട ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് നാള് ലൈഫ് എൻജോയ് ചെയ്യണം, ഞാൻ ആരുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോ ഈ വ്യക്തിയുടെ ജീവിതവും, ഈ വ്യക്തിയുടെ സ്നേഹവും, ഈ വ്യക്തിയുടെ സമയവും എല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയാണ്. കുറച്ചും കൂടെ ഇപ്പോ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. നേരത്തെ അത്ര മിങ്കിളിങ് ഇല്ലായിരുന്ന ഒരാളാണ്. വെർഗോ സോഡിയാക് സൈൻ ഇവിടെ വന്നിട്ടുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. അപ്പോ കുറെ നാള് ഒറ്റപ്പെട്ട ഒരു എന്താ പറയാ, ഒരു ബാച്ചുലർ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്പിൻസ്റ്റർ ലൈഫ് ജീവിച്ചിരുന്ന, ചിലപ്പോൾ ജോലിയുടെ സംബന്ധമായിട്ടായിരിക്കാം ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ കുറച്ചൊരു മാരേജ് ഏജ് കഴിഞ്ഞ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് അടുത്ത ഒരാളായിരിക്കാം. എന്തായാലും ഇത്രയും നാൾ വിവാഹം വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിപ്പോ ക്രഷ് ഉള്ള വ്യക്തി, കേട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇവർക്ക് ഫീലിങ്സ് ഉണ്ടോ? നിങ്ങളെ അറിയുന്ന ആളായിരിക്കാം, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ആളോ, നിങ്ങളുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ആളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങളോട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ് ഉണ്ട്, അതും കാര്യം മാത്രം പോരല്ലോ. നിങ്ങളോടും ഈ വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ. അപ്പോ കുറെ കാർഡ്സ് വീണു, ഇതെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, കേട്ടോ. അപ്പോ ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിങ്ങൾക്ക് ഈ വ്യക്തിയോട് എന്താണ് ഫീലിങ്സ് എന്ന് വ്യക്തിക്ക് അറിയില്ലല്ലോ. അപ്പോ നിങ്ങളെ നോക്കുമ്പോ ഇവിടെ വേറെ കുറെ, നിങ്ങളല്ലാതെ വേറെ കുറെ ആളുകൾക്കും ഈ വ്യക്തിയോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലപ്പോ ഒരു മാട്രിമോണിയിലൊക്കെ ഈ വ്യക്തി ഇത് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന സമയമായിരിക്കാം. ആളുകൾക്ക് ഈ വ്യക്തി വിവാഹത്തിന് റെഡിയാണെന്ന് ഫാമിലിയോട് പറഞ്ഞിട്ടുള്ള സമയമായിരിക്കാം. എന്തായാലും ഈ വ്യക്തിക്കൊരു, നിങ്ങളെ കാണുന്നത്, നിങ്ങളെ ഒരു എന്താ പറയാ, നിങ്ങളെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വന്നാല് കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നേരത്തെ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ചെയ്ത്, അപ്പൊ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരാളായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളുമായിട്ട് ഈ വ്യക്തി, നിങ്ങളെ കാണുന്നത് ഒരു ഓക്കെ, ഒരു ഫ്യൂച്ചർ ഉണ്ടായാൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ക്രഷ് പോലെ തന്നെ ഈ വ്യക്തിക്കും നിങ്ങളോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, കേട്ടോ. പക്ഷേ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോ ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാത്തത് കൊണ്ടും, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഈ വ്യക്തിക്ക് ഉണ്ട്. അപ്പോ ചിലപ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു, എല്ലാവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ മാരീഡ് ആണോ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ, നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. അതിൻ്റെതായിട്ടൊരു ഫ്രസ്ട്രേഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രഷ് ഉള്ള പോലെ തന്നെ ഈ വ്യക്തിക്കും നിങ്ങളോട് ക്രഷ് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ പലരുണ്ട്. പല ആലോചനകള്, പല ആളുകൾ ഈ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോടൊരു പ്രത്യേകത ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളോടുള്ള ഉദ്ദേശം? ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇതൊരു ക്യാൻസർ സോഡിയാക് സൈൻ ആവാൻ വഴിയുണ്ട്. എന്തായാലും ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോടുള്ള ഉദ്ദേശം ചോദിക്കുമ്പോൾ, ജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ, എന്താ പറയാ, പൂർവാധികം എന്നുവെച്ചാൽ കുറെ നാള് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴായിരിക്കും ഒരു അട്രാക്ഷൻ തോന്നിയത്. അപ്പോ മനസ്സിലൊരു ആഗ്രഹമോ, ഇനിയൊക്കെ വിവാഹമൊക്കെ കഴിച്ചാൽ കൊള്ളാം, ഇനി ആരെങ്കിലും ഭാര്യയും കുട്ടികളോ അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളൊക്കെ വേണം എന്നൊരവസ്ഥയിലാണ് വ്യക്തി. അപ്പൊ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തു വന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിന് വേണ്ടി
അതിന് മാക്സിമം സ്പീഡിൽ മുമ്പോട്ട് പോകണം, എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അപ്പൊ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളോടുള്ള ഫീലിങ്സിൽ. ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഒരു സിഗ്നൽ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് എന്താണ് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ വെറുതെ ചമ്മയാല ഒന്ന് ചോദിക്കണം എന്നുണ്ട്, എന്താണ് പരിപാടി എന്നൊക്കെ അറിയണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ചമ്മൽ ചോദിക്കാൻ. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും വിശദമായിട്ട് ആർക്കും ഒന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. പക്ഷെ നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ എല്ലാം ഒത്താല് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാം എന്നൊരു ചിന്ത. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ സിംഗിൾ അല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇൻട്രസ്റ്റ്. എന്തായാലും ഈ വ്യക്തി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലും അല്ല, മാരീഡും അല്ല. അപ്പോ നിങ്ങൾ വിവാഹിതനല്ല, വിവാഹിതയല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സി ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോ അതെന്താണ് പ്ലാൻ എന്ന് അറിയില്ല. എന്നാലും നിങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? നിങ്ങളെ ഈ വ്യക്തി ഒരു ആക്ഷൻ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ ഈ വ്യക്തി എടുക്കുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇതിനകത്ത് ഒരു സെവൻ ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് വെച്ചാൽ നാണം കെടാനും വയ്യ. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അയ്യോ സോറി എനിക്ക് വേറൊരാളുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, വേറൊരാളായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ മാരീഡ് ആണ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും ഈ വ്യക്തി. പക്ഷെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടിയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു 7 ദിവസത്തിനുള്ളിലോ 7 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ 7 മാസത്തിനുള്ളിലോ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഈ വ്യക്തിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ, ഇതൊക്കെ അറിയാം. പക്ഷെ വളരെ സ്ട്രാറ്റജിക് വന്നിട്ട് കല്യാണം കഴിക്കാൻ നമുക്ക് എന്നൊന്നും പറയില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊന്നും പറയില്ല. നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ച് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വരിക. വന്നിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, എന്നോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പ്ലാൻ ഉണ്ട്, പക്ഷെ വളരെ സ്ലോലി മൂവ് ചെയ്യാനുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുണ്ട്, പക്ഷെ എടുത്തു ചാടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, നമ്മളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സോറി എനിക്ക് വേറെ ആളുണ്ട് നിങ്ങൾ പറഞ്ഞ നാണക്കേടാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തി വളരെ സൂക്ഷിച്ചാണ് നിങ്ങളുമായിട്ട് ഇടപെടാൻ പോകുന്നത് കേട്ടോ. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പൊ ഇതാണ് ക്രഷ് ഉള്ള ആളിനെ കുറിച്ചിട്ടുള്ള റീഡിങ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പയ്യെ മൂവ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ കളറിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവർക്ക് മജിഷ്യൻ ആണ് വന്നിട്ടുള്ളത്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ വ്യക്തി ആ വ്യക്തിയുടെ പവറിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോ വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. വളരെ പവർഫുൾ ആയ ഒരു വ്യക്തിയാണ്. കുറച്ച് ഫേമസ് ആയ ഒരു വ്യക്തിയായിരിക്കും. ജെമിനി ആണ്. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള, ആൾക്കാരോട് പറഞ്ഞ് പാട്ടിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ എന്തും നേടിയെടുക്കാനുള്ള ഒരു പവറിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി ഇഷ്ടംപോലെ പണമുള്ള ആളായിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, കമ്പനിയുടെ ഓണർ ആയിരിക്കാം. ആ വ്യക്തിയോടായിരിക്കാം നിങ്ങൾക്ക് ഒരു ക്രഷ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെയധികം ആളുകളെ സംസാരിച്ച് മയക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ഈ വ്യക്തി സിംഗിൾ ആണ് കേട്ടോ. ഈ വ്യക്തി സിംഗിൾ ആണ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈ കല്യാണം കഴിഞ്ഞാലും സിംഗിൾ ആയിട്ട് സ്വയം കരുതുന്ന കുറച്ച് എനർജീസ് ഇല്ലേ, അതുപോലത്തെ ഒരു എനർജി ആണോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. ചിലപ്പോ ആരെങ്കിലുമായിട്ട് വിവാഹം കഴിച്ച ആളായിരിക്കും, പക്ഷെ അതിൽ ഹാപ്പി അല്ല, അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിൽ തന്നെ ഞാൻ വേറെ റിലേഷൻഷിപ്പിന് റെഡി ആണെന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിരിക്കാനാണ് കുറച്ചും കൂടെ സാധ്യത. അങ്ങനെ ഒരു മെസ്സേജ് ആണ് എനിക്ക് വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഈ വ്യക്തിയുടെ ക്ലാരിഫിക്കേഷൻ ക്വീൻ ഓഫ് പെന്റക്കിൾസ്, സ്ട്രെങ്ത്തും. അപ്പോ ഈ വ്യക്തി
സ്വന്തം ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ ക്വീൻ ഓഫ് പെന്റക്കിൾസ്, പക്ഷെ ക്വീൻ ഓഫ് പെന്റക്കിൾസും സ്ട്രെങ്ത്തും കൂടെ വരുമ്പോൾ സ്വന്തം ജീവിതത്തിൽ കൺട്രോൾ ഉള്ള ഒരു എനർജി എന്നാണ് പറയുന്നത്. എല്ലാം മിതമായിട്ട്, അമിതമായിട്ടൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. മിതമായിട്ട്, എല്ലാം മിതമായിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കല്യാണത്തിലെ അവസാനിക്കൂ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് കമ്മിറ്റ്മെന്റിലെ അവസാനിക്കൂ എന്നൊന്നും വിചാരിക്കുന്ന വ്യക്തിയല്ല. ക്വീൻ ഓഫ് പെന്റക്കിൾസും സ്ട്രെങ്ത്തും കൂടി വരുമ്പോൾ ഈ വ്യക്തി സ്വന്തം ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പും എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് നോക്കാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വേറെ റിലേഷൻഷിപ്പുകളുള്ള ഒരാളാണോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്, ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ വ്യക്തി ഇപ്പൊ മാരീഡ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുകയില്ല, ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ പല ബന്ധങ്ങള് പോസിബിൾ ആകുന്ന ഒരു എനർജി ആണെന്നാണ് ഇവിടെ വരുന്ന മെസ്സേജ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോ സിംഗിൾ അല്ലാത്ത ഒരാളാണ്, പക്ഷെ സിംഗിൾ ആണ് എന്ന ഭാവത്തിലാണ് ജീവിക്കുന്നത്. ചിലപ്പോ ഫാമിലിയിൽ നിന്ന് അകന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, സ്ഥിരമായിട്ട് ഫാമിലിയെ മീറ്റ് ചെയ്യാത്ത ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫാമിലിയെ മീറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും സ്വന്തം ഒരു സ്പേസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കല്യാണം കഴിച്ച ആളാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, മക്കളും ഉണ്ടാവും. പക്ഷെ എന്നാലും മനസ്സിൽ ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണ്, ഞാൻ എപ്പോഴും സിംഗിൾ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. ഇത്തിരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പണിയാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളുമായിട്ടാണ് ക്രഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഓം നമഃ ശിവായ. ഈ വ്യക്തിക്ക് നിങ്ങളോട്, നിങ്ങൾക്ക് ക്രഷ് ഉള്ള ഈ വ്യക്തിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട്, തിരിച്ച് ഫീലിങ്സ് വല്ലതും ഉണ്ടോ? അതാണ് നമ്മളുടെ ചോദ്യം. ഈ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ച് ഫീലിങ്സ് ഉണ്ടോ? ഡെത്ത് കാർഡാണ് വന്ന, നോ എന്നാണ് പറയുന്നത്, ഫീലിങ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ബോസോ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ? കാരണം ഈ വ്യക്തി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തില് വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഇപ്പൊ ഒരു മാനേജർ ആണെങ്കിൽ മാനേജർ ലെവലിലുള്ള ആൾക്കാരെ മാത്രമേ നോക്കുള്ളൂ. അതുപോലെ ഒരു ആക്ടർ ആണെങ്കിൽ ആ ലെവലിലെ ആൾക്കാരെ നോക്കുള്ളൂ. അപ്പൊ ആ വ്യക്തിയുടെ ഒരു ഗ്രേഡ് താഴെയുള്ളവരുമായിട്ട് ഒരുവിധ കണക്ഷനും വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജി ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് ചിലപ്പോ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നോക്കിയിട്ടാണ് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് വെക്കാന്നാണ്. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ അധികം അടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോ ഈ വ്യക്തി അങ്ങനത്തെ ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. എന്തായാലും താൽക്കാലികമായിട്ട് ഒരു ബന്ധത്തിന് ഈ വ്യക്തിക്ക് പ്രശ്നമില്ല, പക്ഷെ ലാസ്റ്റ് ചെയ്യില്ല ഈ റിലേഷൻഷിപ്പ് കേട്ടോ. ഇവിടെ സ്കോർപിയോയും ടോറസ്, വെർഗോ, കാപ്രിക്കോണുമാണ്. സ്വയം എന്ന് വെച്ചാല് ഞാൻ ആരൊക്കെയോ ആണ്, എന്റെ കൂടെ വരുന്നവരെ മീൻസ് ആൾക്കാരെ അയ്യേന്ന് പറയരുത്, മനസ്സിലായി? പരിചയപ്പെടുത്തുമ്പോ ഇത് ഇന്ന കമ്പനിയിലെ ഇന്ന ആളാണ്, അതേ ലെവലില് അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവരോട് ഡീൽ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഈ വ്യക്തി ചെന്ന് കയറിയാൽ പോലും അത് വളരെ കൂളായിട്ട് അത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകാൻ കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു ക്രഷ് ഈ വ്യക്തിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം പോരാ എന്നൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി, നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ക്രഷ് ഉണ്ട്, നിങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിരുന്ന ആളാണെങ്കിൽ ഇപ്പൊ ഈ വ്യക്തി നുണ പറയുന്നുണ്ട് നിങ്ങളോട്, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ഇത് ക്രഷാണ്, നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, അങ്ങനെ എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചു.
നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തി തന്നത്. പക്ഷെ ഇപ്പോ ഈ വ്യക്തി നിങ്ങളുടെ ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റെസ്പോൺസ് ഇല്ല, നിങ്ങളെ വിളിക്കുന്നില്ല. നിങ്ങൾ വിളിച്ചാൽ എന്തെങ്കിലും തട്ടിമുട്ടി സംസാരിച്ചിട്ട് അയ്യോ തിരക്കാണ്, മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മുങ്ങുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ വലിയതായിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ജോലി തിരക്ക് കൊണ്ടാണ് അതിന് പറ്റാത്തതെന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. എന്താണ് നിങ്ങളോടുള്ള ഉദ്ദേശം? എന്നിട്ടും നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താണ് ഈ വ്യക്തിയുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾക്ക് അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുമായിട്ട് ഈ വ്യക്തിയുടെ ഉദ്ദേശം? അതിന്റെ കാർഡ് വന്നിരിക്കുന്ന 8 ഓഫ് കപ്സും അപ്രൈറ്റും പിന്നെ 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സുമാണ്. 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പം ഈ വ്യക്തിക്ക് ഒരു സംശയമുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയോട് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ പണം കണ്ടിട്ടാണോ? എപ്പോഴെങ്കിലും നിങ്ങൾ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യുമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്യാബ് ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പൈസ ഒന്ന് അടയ്ക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എന്തോ ഒരു അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. പതുക്കെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം. കാരണം നിങ്ങൾ ഈ വ്യക്തിയോടുള്ള, നിങ്ങൾ ചിലപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, ഇഷ്ടമായിരിക്കും നിങ്ങൾ, പക്ഷെ ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ വ്യക്തിയുടെ പണവും പത്രാസും കണ്ടിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നതെന്നും ഈ വ്യക്തിയുടെ പൈസ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നിങ്ങൾ ഈ വ്യക്തി പൈസ, ഫുഡിന്റെ പൈസ പേ ചെയ്യണമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നോക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോ ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ടോ? എന്താണ് ഇറങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാ കാർഡും കൂടെ വലിച്ചെറിഞ്ഞു. ആ കാർഡ് വന്നു. പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇവിടെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇവര് വെറുതെ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് കൊള്ളായിരുന്നു, പക്ഷെ അത് മുമ്പോട്ടൊന്നും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് ഇവിടെ വെച്ച് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്, പയ്യെ പയ്യെ ഞാൻ ഇതിന് പുറത്തേക്ക് പോകുകയാണ് എന്നാണ് പറയുന്നത്. 3 ഓഫ് കപ്സ് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇതിവിടെ ഒരു ശരിക്കും തേർഡ് പാർട്ടി കണക്ഷൻ ആയിരുന്നു. അപ്പൊ ഈ വ്യക്തി മാരീഡ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഡിവോഴ്സ്ഡ് ആയിരിക്കാം, പക്ഷെ സിംഗിൾ ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്, പക്ഷെ ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ്. അപ്പൊ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്നതായിരിക്കാം, അപ്പൊ സിംഗിൾ ആയിട്ട് കരുതുന്ന ആളായിരിക്കും, പക്ഷെ ഫ്യൂച്ചറിൽ ഒരു വിവാഹം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടുതൽ കാലം സിംഗിൾ ആയിട്ട് പോവില്ല ഈ വ്യക്തി. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, എങ്ങനെയുള്ള ആളുമായിട്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടതെന്നും എങ്ങനെയുള്ള ആളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്നും. അപ്പൊ നിങ്ങളല്ല അങ്ങനത്തെ ഒരാള്, മാച്ച് ആയില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ ഇത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി തമാശക്കാണ് നിങ്ങളുടെ കൂടെ വന്നത്, അല്ലാതെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടല്ല. ഇതിൽ നിന്ന് നിങ്ങൾ മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മനസ്സമ്മ ഇപ്പൊ തുടക്കത്തിലായതുകൊണ്ട് അത്രയും ഹേർട്ട് ആവില്ല നിങ്ങൾ എന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്. ഇനി മൂന്നാമത്തേതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി സിംഗിൾ ആണോ? ഏസ് ഓഫ് വാൻസ് ആണ്. ഈ വ്യക്തി പുതിയൊരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളോടൊരു പാഷനറ്റ് ഫീലിംഗ് ഉള്ള ഒരാളാണ്. പക്ഷേ ഈ വ്യക്തി സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി സിംഗിൾ ആണ് എന്ന് വെച്ചാല് പക്ഷേ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാരീഡ് അല്ല, സിംഗിൾ എനർജിയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെ. കാരണം ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ നിങ്ങളോടുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാവുമ്പോൾ നമ്മളൊരു ഏസ് ഓഫ് കപ്സ് ആണെങ്കിൽ ഒക്കെ ലവ് ആണ്. ഇത് വെറും അട്രാക്ഷൻ ആണുള്ളത്. അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്ത് വേറെ എങ്ങോടെങ്കിലൊക്കെ പോകാം, എന്നാലും പക്ഷെ ഇവിടുത്തെ എനർജി വരുന്നത് അങ്ങനത്തെ ഒരു ഇതിനകത്തൊരു ക്രഷിന്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ വ്യക്തി വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫിസിക്കൽ അട്രാക്ഷൻ ആണ് മെജോറിറ്റി ആളുകളോടും. സ്നേഹം കൂടി വന്നാലല്ലേ നമുക്ക് ഒരാളെ എനിക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ഫീലിംഗ് വരണമെങ്കിൽ അവിടെ സ്നേഹം കൂടി വേണം, ഫിസിക്കൽ അട്രാക്ഷൻ മാത്രം പോരാ. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 3 ഓഫ് പെന്റക്കിൾസും ഈ വ്യക്തി നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ? വളരെ കുറച്ചൊരു ഇമ്മച്ചുവേർഡ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സിംഗിൾ ആണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെർഗോ സോഡിയാക് സൈൻ ആവാൻ വഴിയുണ്ട്, അറിയില്ല. എന്തായാലും ഈ വ്യക്തി റിലീജിയന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആരോടൊക്കെ എന്തൊക്കെ റിലേഷൻഷിപ്പ് തുടങ്ങിയാലും
ആ സ്വന്തം ആ ഒരു കൾച്ചറിലുള്ള ഒരാളെ മാത്രമേ ഇപ്പൊ ചിലപ്പോ കേരളത്തിന് പുറത്തുള്ള ഒരാളായിട്ടാണ് ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, അവിടുത്തെ നാട്ടുകാരായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് വെച്ചാലും നിങ്ങൾ ഒരു ക്രഷ് റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പക്ഷെ ഈ വ്യക്തി വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്, വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള, നാരോ മൈൻഡഡ് ഞാൻ പറയില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഓരോരുത്തരുടെ വിശ്വാസം, അവരുടെ ജീവിത രീതി, സാഹചര്യം അതനുസരിച്ചാണ് നമ്മൾ പെരുമാറുക. അപ്പൊ ആരെയും നാരോ മൈൻഡഡ് നമ്മൾ പറയാൻ ശരിയല്ല, സോറി ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ വ്യക്തി വളരെയധികം റിലീജിയസ് ആണ്, ആ റിലിജിയന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കില്ല. ആ റിലിജിയനിലുള്ളവരായിട്ട് മാത്രമേ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു മാരേജ് ആണെങ്കിലും അങ്ങനെയുള്ളവരുമായിട്ട് ഈ വ്യക്തി കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഒരേ ടീമിലുള്ളവരാകുമ്പോൾ ആ ഒരു സഹകരണം നിങ്ങളായിട്ടുണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കൊന്ന് നോക്കാം. ഇത് വെർഗോ, പൈസസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് വന്നിട്ടുള്ളത്. മറ്റേത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പൊ നിങ്ങളോടൊരു ക്രഷ് ഉണ്ട്, നിങ്ങൾക്ക് ക്രഷ് ഉള്ള പോലെ നിങ്ങളോടും ഈ വ്യക്തിക്ക് ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കയറി സീരിയസ് ആയാലും ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളോട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നിങ്ങളോട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? നിങ്ങളോട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറെ സീക്രട്സ് ഈ വ്യക്തി, നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആർക്കും ഇവരെ കുറിച്ച് അത്ര ഇതായിട്ട് അറിയില്ല. ഈ വ്യക്തിയുടെ പാസ്റ്റോ, ഈ വ്യക്തി ഇപ്പൊ എന്താണ്, എവിടെ താമസിക്കും, ഇതൊന്നും മിക്കവർക്കും അറിയില്ല. ഈ വ്യക്തി ആരെയും അവരുടെ വീട്ടിലൊന്നും കൊണ്ടുപോകാറില്ല. അപ്പൊ അവര് ഭയങ്കര കൺസർവേറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും അവരുടെ വീട്ടിൽ ഇൻവൈറ്റഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ക്യാൻസർ, പൈസസ് ഇവിടെ വരുന്നുണ്ട്. മജീഷ്യൻ റിവേഴ്സ് ആണ്, അത് ജെമിനായി ആണ്. അപ്പൊ ഈ വ്യക്തി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തി എന്താണ് ശരിക്കുമെന്ന് ആർക്കും അറിയില്ല. വ്യക്തി കാണിക്കുന്നില്ല എന്താണ് ഈ വ്യക്തി ശരിക്കുമെന്ന്. ഈ വ്യക്തി സ്വന്തം സ്വഭാവം മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുക. അപ്പൊ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അകലം എല്ലാവരുടെ അടുത്തും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളോടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ശരിക്കും അറിയില്ല. എന്താണ് ഈ വ്യക്തിയുടെ പാസ്റ്റ് എന്താണ്, ഇപ്പൊ എന്താണ്, ഈ വ്യക്തി മാരീഡ് ആണോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊന്നും ഈ വ്യക്തി ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോ എല്ലാവരിൽ നിന്നും ഒരു ജോലിയുടെ ആവശ്യത്തിന് മാത്രം ഒരു കണക്ഷൻ വെക്കുന്ന, പക്ഷെ മറ്റെല്ലാ കാര്യങ്ങളും വളരെ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അധിക കാലം ഈ കമ്പനിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരാളായിരിക്കാം. അപ്പൊ ഈ കമ്പനിയിൽ വെറുതെ ടൈം പാസിന് വേണ്ടി, പോക്കറ്റ് മണിക്ക് വേണ്ടി വരുന്ന ഒരാളാവാനാണ് ചാൻസ്. അപ്പൊ ഈ വ്യക്തിയുടെ പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ വേറെയാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസർ, പൈസസ്, ഇത് ജെമിനായി ആണ്. അപ്പോ അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളോടുള്ള ഉദ്ദേശം? അതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, എന്തോ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെരുകിനെ പോലെ പെരുമാറുന്നത്. ഓൾറൈറ്റ്, ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുമായിട്ടുള്ള ഉദ്ദേശം? തേർഡ് പാർട്ടിയാണ്. ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരു മാരീഡ് ആയ ഒരാളുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളോട് പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ആരോ ഒരാളായിട്ട് ഈ വ്യക്തിക്ക് ഒരു മാരീഡ് ആയ ഒരു വ്യക്തിയായിട്ട് ബന്ധമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബോസിനായിട്ടായിരിക്കും, സ്ത്രീയാണോ പുരുഷാണോ എന്ന് അറിയില്ല. എന്തായാലും അവരുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾ സെയിം ഏജ് ആണ്, പക്ഷെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് ഒരു ഉയർന്ന പൊസിഷനിൽ ഉള്ള ഒരാളുമായിട്ടാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കര ആംബീഷ്യസ് ആണ്. ഈ വ്യക്തി കുറെ പ്ലാനുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനോ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഈ വ്യക്തി. അപ്പോ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കും. തൽക്കാലത്തേക്ക് ജോലി ഒന്നും ഒക്കാത്തത് കൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരാളാണ്. അയാളുടെ പ്ലാൻ വേറെയാണ്. അയാൾ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ളതല്ല. അപ്പോ എന്താ പറയാ, ഈ ജോലിയിൽ നിൽക്കുന്ന അത്രയും നാള് നന്നായിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ എല്ലാവരോടും സ്വരമയോടെ പോകുന്ന ഒരാളാണ്. സ്വന്തം കാര്യങ്ങൾ ആരോടും പറയാത്ത ഒരാളാണ്. സീനിയർ ആയ ആളുകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങൾ തമ്മിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു കാർഡ് ഇവിടെ വന്നു. 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ അത് പറയുന്നത് നോ ആണ്. 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ട് ഇവിടെ നിങ്ങൾ
ഇവിടെ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആവുകയോ നിങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ വ്യക്തി വളരെ മണി മൈൻഡഡ് ആണ്. അപ്പോ എവിടെയാണ് കൂടുതൽ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനികളിൽ ചാടി ചാടി പോകും. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടും അധികം കാലമൊന്നും ആയിട്ടില്ല. അപ്പോ കാണാൻ മോശമല്ലാത്തതുകൊണ്ട് പലർക്കും ഈ വ്യക്തിയോട് അട്രാക്ഷൻ ഉണ്ടാവും. അത് ഈ വ്യക്തി മുതലെടുക്കും ചില സമയത്ത്, എന്നിട്ട് മുങ്ങിക്കളയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോ പോകുന്ന വഴിയിലെല്ലാം ഹാർട്ട് ബ്രേക്ക്, ആൾക്കാരുടെ മനസ്സ് വേദനിപ്പിച്ച് പോകുന്ന ഒരാളാണ്. അപ്പൊ പ്രൊബേഷണറി പീരീഡ് തീരുന്നതിന് മുമ്പ് മുങ്ങുമായിരിക്കാം, അല്ലെങ്കിൽ പ്രൊബേഷണറി പീരീഡ് കഴിയുമ്പോൾ ബോണ്ടൊക്കെ സൈൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ബോണ്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് മുങ്ങിക്കളയുക, അല്ലെങ്കിൽ ബോണ്ട് സൈൻ ചെയ്താൽ തന്നെ വളരെ അധികം കള്ളത്തരം പറയുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന, പൈസയെ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ, ബാക്കിയെല്ലാം വെറുതെയാണ്. അപ്പൊ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കില്ല എന്നല്ല, ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കും, പക്ഷെ വളരെയധികം പൈസയുള്ള ഒരാളുമായിട്ടായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അധികം അങ്ങോട്ട് ക്ലോസ് ആണ്, നിങ്ങൾ തമാശക്കുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് ഈ വ്യക്തി മാരീഡ് ആയ ആളുകളുമായിട്ട് ബന്ധം വയ്ക്കുന്നത്. അവരാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ. അവരാകുമ്പോൾ വിവാഹത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ അവിടെ വരുന്നില്ല. ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, പണം അവരുടെ അടുത്ത് നിന്ന് മേടിക്കുകയും ചെയ്യാം. കാരണം ഒരു യങ് എനർജിയാണ്, അങ്ങനെ ജീവിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പണിയാവും. ഇത് നിങ്ങൾക്ക് നല്ല എനർജി അല്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ഇതെനിക്ക് റിക്വസ്റ്റ് വന്നൊരു റീഡിംഗ് ആണ്, അതാണ് എടുത്തത് കേട്ടോ. താങ്ക് യു.